ഈശോയിൽ സ്നേഹമുള്ള പ്രിയ സഹോദരി സഹോദരന്മാരെ, നമ്മൾ തപസ് കാലത്തിലെ 5-ാം ഞായറിലേക്ക് പ്രവേശിക്കുകയാണ്. 2-ാം വത്തിക്കാൻ കൗൺസിലിനോടനുബന്ധിച്ച് നമ്മുടെ ലിറ്റർജിയിൽ, പ്രത്യേകിച്ച് നോമ്പുകാല വിശുദ്ധവാര ലിറ്റർജിയിലെ നവീകരണങ്ങൾ നടക്കുന്നതിന് മുൻപ് 1969 നടക്കുക. അതിനു മുൻപ് നമ്മുടെ നോൻപ് കാലത്തിലെ 5-ാമത്തെ ഞായറാഴ്ച മുതലുള്ള ആ ഒരു കാലയളവാണ് ഈശോയുടെ പീഠാസഹനത്തിൻ്റെ കാലയളവായിട്ട്, അല്ലെങ്കിൽ പാഷൻ ടൈഡ് എന്ന് നമ്മൾ പറയുന്ന ആ കാലയളവ് ആരംഭിച്ചിരുന്നത്. നോൻപ് കാലത്തിലെ 5-ാമത്തെ ഞായറാഴ്ച മുതലുള്ള സമയം. ഇപ്പോൾ അത് 6-ാമത്തെ ഞായറാഴ്ചയാണ്. ഈശോയുടെ ആ ജെറുസലേം പ്രവേശനം, ഓശാന ഞായർ, അതാണ് നമ്മൾ ഇക്കാലഘട്ടത്തിൽ ഈശോയുടെ പാഷൻ ടൈഡ്, ഈശോയുടെ പീഠാനുഭവ ഞായർ എന്ന് പറയുന്നത് 6-ാമത്തെ ഞായറാഴ്ചയാണ്. മുൻപ് 5-ാമത്തെ ഞായറാഴ്ച മുതൽ അത് ആരംഭിച്ചിരുന്ന ആ കാലഘട്ടത്തിൽ നമുക്കറിയാം, അന്നു മുതലാണ് ഈശോയുടെ പീഠാനുഭവത്തെക്കുറിച്ച് നമ്മൾ ഏറ്റവും ശക്തമായ രീതിയിൽ, ഏറ്റവും ആഴമായ രീതിയിൽ സഭ ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ആ പീഠാനുഭവങ്ങളെ അനുകരിക്കുവാനായിട്ട് ശ്രമിക്കുകയും ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ സഭയിൽ ഏകദേശം 11-ാം നൂറ്റാണ്ട് മുതൽ ആരംഭിച്ചിട്ടുള്ള, അല്ലെങ്കിൽ 11-ാം നൂറ്റാണ്ട് മുതൽ ആരംഭിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് തെളിവുകൾ ലഭിച്ചിട്ടുള്ള ഒരു ആചാരമാണ് ഈ 5-ാം ഞായർ മുതൽ തന്നെ നമ്മുടെ ദേവാലയങ്ങളിലെ തിരുസ്വരൂപങ്ങൾ മറയ്ക്കുക എന്നുള്ളത്. പ്രത്യേകിച്ച് ഈശോയുടെ കുരിശുരൂപവും പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെയും അപ്പോസ്തലന്മാരുടെയും മറ്റ് രക്തസാക്ഷികളുടെയും വിശുദ്ധരുടെയും ഒക്കെ കുരിശുരൂപങ്ങൾ മറയ്ക്കുക എന്നുള്ള ആ ഒരു വലിയ പാരമ്പര്യം അതാരംഭിക്കുക നമ്മൾ ഈ 5-ാം ഞായറിലെ ഈശോയുടെ പീഠാനുഭവ കാലത്തോടെ ആണ് ആരംഭിക്കുന്നത്, പാഷൻ ടൈഡോടുകൂടെ. അതായത് ഈശോ തൻ്റെ മഹത്വം മറച്ചു വച്ചിട്ട്, ഈശോ മറച്ചു വച്ചിട്ട് ഈശോ തന്നെ പീഠാനുഭവത്തിനായി ഏൽപ്പിച്ചു കൊടുത്തു. അങ്ങനെ ഈശോ തന്നെ മഹത്വം മറച്ചു വയ്ക്കുന്നതിൻ്റെ ആ ഒരു അനുസ്മരണത്തിനായിട്ടാണ് നമ്മുടെ ദേവാലയങ്ങളിലെ തിരുസ്വരൂപങ്ങൾ മറച്ചു വയ്ക്കുക. അതിന് തന്നെ ഈശോ ഗുരുനാഥനുമായ ഈശോയുടെ മഹത്വം മറഞ്ഞുവെങ്കിൽ തീർച്ചയായിട്ടും അവിടുത്തെ അമ്മയുടെയും അപ്പോസ്തലന്മാരുടെയും അവിടുത്തെ രക്തസാക്ഷികളുടെയും വിശുദ്ധരുടെയും ഒക്കെ മഹത്വം മറച്ചു വയ്ക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു പ്രതീകം കൂടെയാണ് നമ്മൾ വിശുദ്ധരുടെ തിരുസ്വരൂപങ്ങൾ കൂടെ മറയ്ക്കുന്ന പാരമ്പര്യം ആരംഭിച്ചത്. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ 5-ാം ഞായർ മുതൽ ഈസ്റ്ററിൻ്റെ ആ ഒരു തിരുവുത്ഥാന തിരുനാൾ വരെ നമ്മുടെ ഏറ്റവും ശക്തമായ ധ്യാനത്തിൻ്റെ വിഷയം എന്നത് ഈശോയുടെ പീഠാനുഭവങ്ങളാണ്. അതുകൊണ്ട് തന്നെയാണ് കുരിശിൻ്റെ വഴിയുടെ രൂപങ്ങൾ മാത്രമാണ് ഈ കാലയളവിൽ തുറന്നു വയ്ക്കുക. പിന്നീട് നമ്മുടെ ദേവാലയത്തിലെ ഏറ്റവും ദൃശ്യമായ വിധത്തിലുള്ള സാങ്ച്വറിയിലെ ആ വലിയ കുരിശുരൂപം ദുഃഖവെള്ളിയാഴ്ചയിലെ ആ ഈശോയുടെ ആ കുരിശിൻ്റെ അനാവരണത്തോടുകൂടെ അത് കുരിശാരാധനയോടുകൂടെ അത് അനാവരണം ചെയ്യുകയും മറ്റ് വിശുദ്ധന്മാരുടെയും മറ്റു തിരുസ്വരൂപങ്ങൾ അവിടെ പെസഹ ജാഗരത്തിൻ്റെ രാത്രിയിലെ തിരുക്കർമ്മങ്ങൾ ആരംഭിക്കുന്നതിന് മുൻപായിട്ട് അനാവരണം ചെയ്യുകയും ചെയ്യുന്നു. ഇതാണ് അതിൻ്റെ ഒരു രീതി. അപ്പോൾ നമ്മൾ ഈശോയുടെ പീഠാനുഭവത്തിൻ്റെ 5-ാം ഞായറിലേക്ക് പ്രവേശിക്കുകയാണ്. ഈശോയുടെ പെസഹ രഹസ്യത്തിൻ്റെ അനുസ്മരണത്തിൻ്റെ ആ ഒരു ആഘോഷത്തിൻ്റെ ദിവസങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ, അതായത് ഈശോയുടെ പെസഹ രഹസ്യം, ഈശോയുടെ പീഠാനുഭവം, കുരിശുമരണം, ഉത്ഥാനം, ഇവയുടെ ആഴത്തെക്കുറിച്ച് നമ്മെ ബോധ്യപ്പെടുത്തുന്ന ഒരു സുവിശേഷ ഭാഗമാണ് തിരുസഭ ഈ ഞായറാഴ്ച നമുക്ക് നൽകിയിരിക്കുന്നത്. സുവിശേഷം ഇപ്രകാരമാണ്: ഈശോ ജെറൂസലേമിലേക്ക് പെസഹ തിരുനാളിനായിട്ട് പോകുമ്പോൾ അവിടേക്ക് വിജാതീയരായ ഗ്രീക്കുകാരായ 2 പേർ വരികയും അവർ ഈശോയെ കാണുവാനായിട്ട് ആഗ്രഹിക്കുകയും ചെയ്യുന്നു. അവർ തങ്ങളുടെ ആഗ്രഹം ചെന്നിട്ട് അന്ത്രയോസിനെയും ഫിലിപ്പോസിനെയും അറിയിക്കുന്നു. അവർ ഈശോയുടെ അടുക്കൽ വന്നിട്ട്, ഈശോയെ, നിന്നെ കാണുവാൻ 2 ഗ്രീക്കുകാർ കാത്തു നിൽക്കുന്നു, അല്ലെങ്കിൽ അവർ ആഗ്രഹിക്കുന്നു എന്ന് പറയുമ്പോൾ ഈശോ അതിനോടുള്ള ഈശോയുടെ പ്രതികരണവും അതിനെ തുടർന്നുള്ള ഈശോയുടെ വചനങ്ങളുമാണ് സുവിശേഷത്തിൽ നമ്മൾ ശ്രവിക്കുക. പ്രിയപ്പെട്ടവരെ, എവങ്കേലിയം ക്രിസ്തിയിലേക്ക് സ്വാഗതം.
യോഹന്നാൻ്റെ സുവിശേഷം 12-ാമത്തെ അധ്യായം മുതൽ 21 വരെയുള്ള അധ്യായങ്ങളിൽ ഈശോയുടെ ജീവിതത്തിൻ്റെ അവസാനത്തെ ആഴ്ച എന്ത് നടന്നു എന്നുള്ളതാണ് ഈ അധ്യായങ്ങളിൽ യോഹന്നാൻ വിവരിക്കുന്നത്. അതിൽ തന്നെ യോഹന്നാൻ്റെ സുവിശേഷം 12-ാം അധ്യായം 20 മുതൽ 30 വരെയുള്ള വാക്യങ്ങളാണ് ഇന്നത്തെ സുവിശേഷ ഭാഗം. നമ്മൾ പലരുമൊക്കെ ഈ ഒരു സുവിശേഷ ഭാഗം വായിച്ചിട്ടുണ്ടെങ്കിലും നമ്മളധികം ശ്രദ്ധ കൊടുക്കാതെ വിട്ടുകളഞ്ഞിട്ടുള്ളൊരു സുവിശേഷ ഭാഗമാണിത് എന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്കതിൻ്റെ ഒരു ആഴത്തിലേക്ക് പ്രവേശിക്കുവാനായിട്ട് ശ്രമിക്കാം. ഒന്നാമത് ഇതിൻ്റെ ഒരു പശ്ചാത്തലമാണ്. ഇതിൻ്റെ പശ്ചാത്തലം പെസഹ തിരുനാളാണ്. പെസഹ തിരുനാൾ എന്നാൽ നമുക്കറിയാം, മുൻപ് പറഞ്ഞിട്ടുണ്ട്, വസന്തകാലത്തിലെ ഒരു തിരുനാളായിരുന്നു. അതൊരു തീർത്ഥാടനത്തിൻ്റെ തിരുനാളാണ്. എല്ലാ യഹൂദരും ജെറുസലേമിലേക്ക് തീർത്ഥാടനം നടത്തേണ്ട ഒരു തിരുനാൾ. വിജാതീയരും അതുപോലെ തന്നെ, യഹൂദരോടൊപ്പം പോലെ തന്നെ വിജാതീയരും ജെറുസലേം ദേവാലയത്തിലേക്ക് വന്നിരുന്നു. അതുകൊണ്ടാണ് ഈശോ ജെറുസലേം ദേവാലയം ശുദ്ധിയാക്കുമ്പോൾ വിജാതീയരുടെ ആ ഒരു സ്ഥലം കച്ചവടക്കാർ കയ്യേറിയിരുന്നതാണ് ഈശോയെ പ്രകോപിപ്പിച്ചത്. ജനതകൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനാലയമാണ് എൻ്റെ ആലയം എന്നുള്ള ആ ഒരു വാക്കുകളാണ് ഈശോയെ വിഴുങ്ങിക്കളഞ്ഞത്. അതേക്കുറിച്ചുള്ള ആ തീക്ഷ്ണതയാണ് ഈശോയെ വിഴുങ്ങിക്കളഞ്ഞതെന്ന് നമ്മൾ പറയുകയുണ്ടായി. യഹൂദ ചരിത്രകാരനായ ജോസഫുസും ഇതിനെക്കുറിച്ച് പറയുന്നത്. അദ്ദേഹം പറയുക, ഏകദേശം 10 ലക്ഷത്തോളം പേരാണ് ഒരു ജെറുസലേമിലെ ആ ഒരു പെസഹ സീസണോടനുബന്ധിച്ച് ജെറുസലേമിൽ വന്നിരുന്നതെന്ന്. അപ്പോൾ വിജാതിയരുടെ കൂട്ടത്തിൽ വന്നിരുന്നവരിൽ ഗ്രീക്കുകാരും ഉണ്ടായിരുന്നു. അവർ യഹൂദർ അല്ലായിരുന്നെങ്കിലും യഹൂദരുടെ ദൈവത്തിൽ വിശ്വസിക്കുകയും അവിടുത്തെ ആരാധിക്കുകയും ചെയ്തവരായിരുന്നു ആ വിജാതീയ ഗ്രീക്കുകാർ. അവർ യേശുവിനെക്കുറിച്ച് കേൾക്കുകയും ഇവൻ തന്നെയാണോ യഥാർത്ഥത്തിൽ വരുവാനിരിക്കുന്ന യഹൂദരുടെ മിശിഹ എന്ന് അറിയുവാനുമായിട്ടാണ് ഈശോയെ കാണുവാൻ അവർ ആഗ്രഹിക്കുന്നത്. എന്നിട്ട് അവരെന്താണ് ചെയ്യുന്നത്? വളരെ കൗതുകകരമായൊരു കാര്യമാണ്. അവർ ആദ്യം ചെന്ന് ഫിലിപ്പോസിനെ സമീപിക്കുന്നു. ഫിലിപ്പോസ് ചെന്നിട്ട് അന്ത്രയോസിനോട് പറയുന്നു. എന്താണ് ഇതിൻ്റെ ഒരു പ്രത്യേക കാരണം? ഈശോയുടെ ശിഷ്യന്മാരിലെ 12 പേരിൽ ഈ 2 പേർക്ക് മാത്രമാണ് ഒരു ഗ്രീക്ക് നാമധേയമുള്ളത്. ആന്ത്രയാസ് എന്നത് ഒരു ഗ്രീക്ക് പദമാണ്. അതുപോലെ തന്നെ ഫിലിപ്പോസ് എന്നുള്ളതും ഒരു ഗ്രീക്ക് പദമാണ്. അപ്പോൾ ഈ ഗ്രീക്കുകാർക്ക് തങ്ങൾക്ക് യേശുവിൻ്റെ അടുക്കിലേക്ക് എത്തുവാനുള്ള ഒരു ആക്സസിബിലിറ്റി ലഭിക്കുന്നതിന് ഗ്രീക്ക് നാമധേയമുള്ള ഈ 2 ശിഷ്യന്മാരെ അവർ കണ്ടെത്തിയതായിരിക്കാം. അപ്പോൾ ഈ ഗ്രീക്കുകാർ യേശുവിൻ്റെ അപ്പോസ്തലന്മാരിൽ വളരെയധികം പേരുണ്ടായിരുന്നു. നമുക്ക് 12 പേരുണ്ടായിരുന്നു. പക്ഷേ അന്ത്രയോസും ഫിലിപ്പോസും മാത്രമാണ് ഈ ഗ്രീക്കുകാർക്ക് തങ്ങൾക്ക് സമീപിക്കാവുന്നവരാണ് എന്ന് അവർ കണ്ടത്. നമുക്കറിയാം, യേശുവിൻ്റെ ശിഷ്യന്മാരിൽ ബഹുഭൂരിപക്ഷവും ഗലീലിയിൽ നിന്നുള്ളവരായിരുന്നു. അപ്പോൾ ഗലീലി ഇസ്രായേലിൻ്റെ ഒരു പ്രദേശമായിരുന്നുവെങ്കിലും അവിടെ ഒരു പ്രത്യേക പ്രദേശം അറിയപ്പെട്ടിരുന്ന വിജാതീയരുടെ ഗലീലി എന്നാണ്. വിജാതീയരുടെ ഗലീലി. കാരണം ഗലീലി വിജാതീയ സ്വാധീനം, പ്രത്യേകിച്ച് യവന സ്വാധീനം, ഗ്രീക്കുകാരുടെ സ്വാധീനം വളരെ അധികം ഉണ്ടായിരുന്ന ഒരു സ്ഥലമാണ്. നമുക്കത് സുവിശേഷത്തിൽ നിന്ന് തന്നെ നമുക്കതിൻ്റെ ലക്ഷണങ്ങൾ കാണാവുന്നതാണ്. മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം 14-ാമത്തെ വാക്യം ഇങ്ങനെയാണ് പറയുക: സമുദ്രതീരത്തിലേക്കുള്ള വഴിയിൽ ജോർദാൻ്റെ മറുകരയിൽ സെബുലൂൺ, നഫ്താലി പ്രദേശങ്ങൾ, അതായത് വിജാതീയരുടെ ഗലീലി എന്നറിയപ്പെട്ടിരുന്ന 2 പ്രദേശങ്ങളാണിത്. സെബുലൂൺ, നഫ്താലി എന്നറിയപ്പെട്ടിരുന്നത്. അപ്പോൾ 1-ാം നൂറ്റാണ്ടിലെ ചില ആർക്കിയോളജിക്കൽ തെളിവുകളും നമുക്ക് ലഭ്യമാണ്. വടക്കൻ ഗലീലിയിൽ പ്രത്യേകിച്ച് വളരെയധികം യവന സ്വാധീനമുണ്ടായിരുന്നു എന്നുള്ളത്. അപ്പോൾ മനുഷ്യരുടെ പേരുകൾ പലതും ഗ്രീക്ക് പേരുകളായിരുന്നു. നമുക്കറിയാം, അന്ത്രയോസ് പത്രോസിൻ്റെ സഹോദരനാണ്. പക്ഷേ പത്രോസിൻ്റെ പേര് ശിമയോൻ എന്ന പേര് ഒരു യഹൂദ പേരാണ്. പക്ഷെ അതേ വീട്ടിൽ തന്നെയാണ് അന്ത്രയാസിൻ്റെ പേരുള്ള ഗ്രീക്ക് നാമമുള്ളത്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഒരു വീട്ടിൽ തന്നെ ഗ്രീക്ക് നാമവും യഹൂദ നാമവും ഒരുപോലെ ഉണ്ടാകുവാൻ തക്ക വിധം ഒരു ഗ്രീക്ക് സ്വാധീനം ഈ പ്രദേശങ്ങളിൽ ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാവുന്നത്. അങ്ങനെയാണ് ഈ ഗ്രീക്കുകാർ ഫിലിപ്പോസിൻ്റെയും അന്ത്രയോസിൻ്റെയും പക്കലേക്ക് പോകുന്നത്. അത് തികച്ചും പ്ലാൻഡ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ചില പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുക ഈ അന്ത്രയോസും ഫിലിപ്പോസും ഗ്രീക്ക് സംസാരിക്കുവാൻ കഴിവുള്ളവരായിരുന്നു എന്നുകൂടെയാണ്. ഇവിടുത്തെ പ്രധാനപ്പെട്ട കാര്യം ഇതാണ്: ഗ്രീക്കുകാർ
തന്നെ അന്വേഷിക്കുന്നു എന്ന് അറിഞ്ഞ മാത്രയിൽ ഈശോ പറയുന്നു, മനുഷ്യപുത്രൻ മഹത്വപ്പെടുവാനുള്ള സമയമായിരിക്കുന്നു. അപ്പോൾ ഇതാ ഇവിടെ ഈശോയുടെ സമയം ആഗതമായിരിക്കുന്നു. യേശുവിൻ്റെ ആ പ്രഖ്യാപനം സുവിശേഷത്തിൽ വളരെയധികം പ്രാധാന്യമുള്ള ഒരു പ്രഖ്യാപനമാണ്. കാരണം യോഹന്നാൻ്റെ സുവിശേഷത്തിലെ ആദ്യത്തെ 11 അധ്യായങ്ങൾ നമ്മൾ പരിശോധിച്ചാൽ പല സ്ഥലങ്ങളിലായിട്ട് നമുക്ക് ഈശോ ഇങ്ങനെ തുടർച്ചയായിട്ട് പറയുന്നത്, അല്ലെങ്കിൽ സുവിശേഷകൻ ഇങ്ങനെ തുടർച്ചയായിട്ട് പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. എൻ്റെ സമയം ആയിട്ടില്ല, അവൻ്റെ സമയം ആയിട്ടില്ലായിരുന്നു, എൻ്റെ സമയം ഇനിയും ആയിട്ടില്ല എന്നൊക്കെ അതിങ്ങനെ തുടർച്ചയായി പറയുന്നുണ്ട്. ഉദാഹരണത്തിന് യോഹന്നാൻ്റെ സുവിശേഷം 2-ാം അധ്യായം 4-ാം വാക്യം വളരെ പ്രസിദ്ധമായ കാനായിലെ കല്യാണ സമയത്ത് ഈശോ പറയുന്നുണ്ട്, സ്ത്രീയെ എനിക്കും നിനക്കും എന്ത്, എൻ്റെ സമയം ഇനിയും ആയിട്ടില്ല. യോഹന്നാൻ്റെ സുവിശേഷം തന്നെ 7-ാം അധ്യായം 6-ാമത്തെ വാക്യം പറയുന്നു, യേശു പറഞ്ഞു, എൻ്റെ സമയം ഇതുവരെയും ആയിട്ടില്ല. യോഹന്നാൻ്റെ സുവിശേഷം 7-ാം അധ്യായം 8-ാം വാക്യം ഇങ്ങനെ പറയുന്നു, ഞാൻ ഈ തിരുനാളിന് പോകുന്നില്ല, എന്തെന്നാൽ എൻ്റെ സമയം ഇനിയും പൂർത്തിയായിട്ടില്ല. യോഹന്നാൻ 7:30 നമ്മൾ കാണുന്നു, അവനെ അവർ ബന്ധിക്കാൻ ശ്രമിച്ചു, എന്നാൽ ആർക്കും അവനെ പിടിക്കാൻ കഴിഞ്ഞില്ല, കാരണം അവൻ്റെ സമയം ഇനിയും വന്നിരുന്നില്ല. അപ്പോൾ യോഹന്നാൻ്റെ സുവിശേഷത്തിലെ ആദ്യത്തെ 11 അധ്യായത്തിൽ യേശുവിൻ്റെ സമയം എന്നത് വരുവാനിരിക്കുന്ന, ഫ്യൂച്ചറിൽ വരുവാനിരിക്കുന്ന ഒന്നാണെന്നാണ് പറയുക. എന്നാൽ ഗ്രീക്കുകാർ തന്നെ അന്വേഷിക്കുന്നു എന്നറിഞ്ഞപ്പോൾ യേശു പറഞ്ഞു, സമയമായിരിക്കുന്നു, എൻ്റെ സമയം സമാഗതമായിരിക്കുന്നു. എന്തിനുള്ള സമയം? മഹത്വപ്പെടുവാനുള്ള സമയം. എങ്ങനെയാണ് ഈശോ മഹത്വപ്പെടുന്നത്? പീഠാനുഭവത്തിലൂടെ. അപ്പോൾ ഈശോയുടെ മഹത്വത്തിൻ്റെ സമയം ഈശോയുടെ പീഠാനുഭവത്തിൻ്റെ സമയമാണ്. ഈശോയുടെ മഹത്വത്തിൻ്റെ സമയം ഈശോയുടെ അന്ത്യ അത്താഴത്തിൻ്റെ സമയമാണ്. ഈശോയുടെ മഹത്വത്തിൻ്റെ സമയം ഈശോയുടെ കുരിശിൻ്റെ മരണത്തിൻ്റെ സമയമാണ്. അപ്പോൾ ലോകത്തിൻ്റെ വീണ്ടെടുപ്പിൻ്റെ സമയം സമാഗതമായിരിക്കുന്നു. അതിനായി ഞാൻ മഹത്വീകരിക്കപ്പെടേണ്ടുന്നു. എങ്ങനെയാണ് ഞാൻ മഹത്വീകരിക്കപ്പെടേണ്ടത്? ഞാൻ എൻ്റെ പീഠാനുഭവത്തിലൂടെയും കുരിശുമരണത്തിലൂടെയും ഉത്ഥാനത്തിലൂടെയുമാണ് മഹത്വീകരിക്കപ്പെടേണ്ടത്. അതിൻ്റെ സമയം ഇതാ ആഗതമായിരിക്കുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് ഗ്രീക്കുകാർ യേശുവിനെ അന്വേഷിക്കുന്നു എന്ന് അറിയുമ്പോൾ അവിടുന്ന് മനുഷ്യപുത്രൻ മഹത്വപ്പെടുവാനുള്ള സമയമായിരിക്കുന്നു എന്ന് പറയുന്നത്? അതിന് നമുക്ക് പഴയ നിയമത്തിലേക്കാണ് പോകേണ്ടത്. ആ പഴയ നിയമത്തിലെ പ്രവാചകന്മാർ എല്ലാവരും തന്നെ മിശിഹ വരുന്നതിനെക്കുറിച്ച് പ്രവചിക്കുമ്പോൾ, മിശിഹായുടെ കാലത്തെക്കുറിച്ച്, രക്ഷയുടെ കാലത്തെക്കുറിച്ച് പറയുമ്പോൾ അതിൻ്റെ ഒരു അടയാളമായിട്ട് പറയുക, വിജാതീയർ ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിനെ ആരാധിക്കുവാൻ വരുന്ന സമയമായിരിക്കും മിശിഹായുടെ രക്ഷയുടെ കാലഘട്ടം എന്നാണ്. അതായത് വിജാതീയരും ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിനെ അന്വേഷിക്കുന്ന ഒരു സമയം വരും. അതാണ് രക്ഷയുടെ കാലഘട്ടം. അല്ലെങ്കിൽ രക്ഷയുടെ കാലഘട്ടത്തിൽ, മിശിഹായുടെ കാലഘട്ടത്തിൽ വിജാതീയർ വന്ന് ഈ ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിനെ അന്വേഷിക്കും. അവരും ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിനെ ആരാധിക്കുവാനായിട്ട് വരും എന്നുള്ളത് കാലം. ഇത് നമുക്ക് സഖറിയ പ്രവാചകൻ്റെ പുസ്തകത്തിൽ കാണുവാൻ സാധിക്കും. മിക്ക പ്രവാചകൻ്റെ പുസ്തകം 4-ാം അധ്യായം, ഇസ്യാസ് പ്രവാചകൻ്റെ പുസ്തകം 2-ാം അധ്യായം, എസെക്കിയേൽ പ്രവാചകൻ്റെ പുസ്തകം, ഇവിടെയൊക്കെ നമുക്കിത് കാണാവുന്നതാണ്. തന്നെ അന്വേഷിച്ച് വരുന്ന വിജാതീയരായ ഗ്രീക്കുകാരിൽ യേശു തന്നിൽ പൂർത്തിയാകുന്ന മിശിഹായുടെ കാലം ശിഷ്യന്മാർക്ക് വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. ഇതാ രക്ഷയുടെ സമയം സമാഗതമായിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട്. തൻ്റെ സമയം എന്നത് തൻ്റെ മഹത്വീകരണത്തിൻ്റെ സമയമാണ്. ദ ടൈം ഓഫ് ഗ്ലോറിഫിക്കേഷൻ. അപ്പോൾ യേശുവിനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ മഹത്വത്തിൻ്റെ അല്ലെങ്കിൽ മഹത്വീകരണത്തിൻ്റെ സമയം എന്നാൽ തൻ്റെ പീഠാനുഭവത്തിൻ്റെയും കുരിശുമരണത്തിൻ്റെയും സമയമാണ്. തൻ്റെ പെസഹ രഹസ്യത്തിൻ്റെ സമയമാണ്. തൻ്റെ ഈ പെസഹ രഹസ്യത്തിലൂടെയാണ് ഈശോ പിതാവിനെയും മഹത്വപ്പെടുത്തുവാൻ പോകുന്നത്. കുരിശിലെ തൻ്റെ ബലിയിലൂടെയാണ് ഈശോ പിതാവിനെയും മഹത്വപ്പെടുത്തുവാൻ പോകുന്നത്. തുടർന്ന് അവിടുന്ന് പറയുകയാണ്, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു,
കോതമ്പ് മണി നിലത്ത് വീണ് അഴിയുന്നില്ലെങ്കിൽ അത് അതേപടി ഇരിക്കും, അഴിയുന്നെങ്കിലോ അത് വളരെ ഫലം പുറപ്പെടുവിക്കും. അപ്പോൾ ഒരു കോതമ്പ് മണി നിലത്ത് വീണ് അലിഞ്ഞ് സ്വയം ഇല്ലാതെയായി അതിൻ്റെ അസ്തിത്വം നശിപ്പിച്ചാൽ, അല്ലെങ്കിൽ അതിൻ്റെ അസ്തിത്വം ഉപേക്ഷിച്ചാൽ മാത്രമേ ഒരു പുതിയ ചെടി ഉണ്ടാവുകയുള്ളൂ. എന്നിട്ട് ഈശോ ആ ഒരു ഉപമ പറഞ്ഞിട്ട് ഈശോ എന്താണ് ഉദ്ദേശിക്കുക? ഈശോ പറയുന്ന കോതമ്പ് മണി പ്രഥമമായും അത് ഈശോ തന്നെയാണ്. നമ്മൾ ഓരോരുത്തരും അത് ആകേണ്ടതാണ് എന്ന് കൂടെ ഈശോ പറയുന്നുണ്ട്. പക്ഷേ ഇവിടെ ഈശോ ഉദ്ദേശിക്കുന്ന ഞാൻ തന്നെയാണ് ആ കോതമ്പ് മണി. ഞാനാകുന്ന കോതമ്പ് മണി മണ്ണിൽ വീണലിഞ്ഞ് സ്വയം ഇല്ലാതായിത്തീർന്ന, ഞാൻ എന്നെ തന്നെ പീഠാനുഭവത്തിനായി കുരിശുമരണത്തിനായി ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് എങ്ങനെയാണ് ഒരു കോതമ്പ് മണി പുതിയൊരു ചെടിയായിട്ട് മാറുന്നത്, അതുപോലെ ഞാനും ഉത്ഥാനത്തിലൂടെ ഒരു പുതിയ ചെടിയായി തൻ്റെ സ്വയം ഇല്ലാതായി സംസ്കരിക്കപ്പെട്ട് വീണ്ടും ഉയർത്തെഴുന്നേൽക്കുകയും നിത്യമായ ജീവൻ നമുക്കെല്ലാവർക്കും മനുഷ്യകുലത്തിന് പ്രദാനം ചെയ്യുകയും ചെയ്യുന്ന ഒരു കോതമ്പ് ചെടിയായിട്ട് ഞാൻ മാറും എന്നാണ് ഈശോ പറയുക. തുടർന്ന് അവിടുന്ന് ഈ ഉപമ കൂടുതൽ വ്യക്തമാക്കുകയാണ്. അവിടുന്ന് പറയുന്നു, തൻ്റെ ജീവനെ സ്നേഹിക്കുന്നവൻ അത് നഷ്ടപ്പെടുത്തുന്നു. ഈ ലോകത്തിൽ തൻ്റെ ജീവനെ വെറുക്കുന്നവൻ നിത്യജീവനിലേക്ക് അതിനെ കാത്തുരക്ഷിക്കും. എന്താണ് ഒരുവൻ തൻ്റെ ജീവനെ വെറുക്കുക എന്ന് പറയുന്നത്? നമ്മളിൽ ആരെങ്കിലും ഞാൻ എൻ്റെ ജീവനെ വെറുക്കുന്നു എന്ന് പറഞ്ഞാൽ അത് വളരെ നെഗറ്റീവായിട്ടുള്ള ഒരർത്ഥമാണ്. എനിക്ക് ജീവിതം മതിയായി, എനിക്കെൻ്റെ ജീവിതത്തിൽ യാതൊരു വിധമായ സന്തോഷവും വേണ്ട, എനിക്കൊരു പ്രതീക്ഷയും വേണ്ട, നല്ലതൊന്നും എനിക്ക് വേണ്ട, അത്രമാത്രം ഞാൻ എൻ്റെ ജീവനെ വെറുക്കുന്നു. അതൊരു നിഷേധാത്മകമായിട്ടുള്ള നിലപാടാണ്. അതാണ് നമ്മുടെയൊക്കെ മനസ്സിലേക്ക് വരിക, വെറുക്കുക എന്ന് പറയുമ്പോൾ. എന്നാൽ വിശുദ്ധ ഗ്രന്ഥം ജീവനെ വെറുക്കുക എന്ന് പറയുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുക? നമുക്ക് ലൂക്കായുടെ സുവിശേഷം 14-ാം അധ്യായം 26-ാമത്തെ വാക്യം ഇങ്ങനെ പറയുക: സ്വന്തം പിതാവിനെയും മാതാവിനെയും ഭാര്യയെയും മക്കളെയും സഹോദരന്മാരെയും സഹോദരിമാരെയും വെറുക്കാതെ എൻ്റെ അടുത്ത് വരുന്ന ആർക്കും എൻ്റെ ശിഷ്യനായിരിക്കുക സാധ്യമല്ല. അപ്പോൾ അവരെയൊക്കെ വെറുക്കണം എന്നാണ് പ്രത്യക്ഷത്തിൽ നമുക്ക് തോന്നുക. ഈശോ തന്നെയാണ് പറയുക. ദൈവമായ കർത്താവ് തന്നെ നൽകിയ കൽപ്പനയാണ് മാതാപിതാക്കന്മാരെ സ്നേഹിക്കുക, ബഹുമാനിക്കുക എന്നുള്ളത്. അല്ലെങ്കിൽ ഭാര്യയും ഭർത്താവും ഒരു ശരീരമായി തീരും എന്ന് പറഞ്ഞ ഈശോ നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ളൊരു വെറുക്കലാണോ ഇവിടെ പറയുക? അപ്പോൾ വെറുക്കുക എന്ന് പറയുമ്പോൾ തീർച്ചയായും ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു നെഗറ്റീവായിട്ടുള്ള നിഷേധാത്മകമായിട്ടുള്ളൊരു വെറുക്കലല്ല. അത് നമുക്ക് നിയമാവർത്തന പുസ്തകത്തിൽ പറയുക, വെറുക്കുക എന്നുള്ളത് ഒരാളിൽ നിന്ന് നമ്മെ തന്നെ വേർതിരിച്ച് നിർത്തുക എന്ന്. അതായത് ഒരു വിരക്തിയിലേക്ക് വരിക, ഒരു ഡിറ്റാച്ച്മെൻറ്റ്, ഒരു നിസ്സംഗത പാലിക്കുക. ഈശോ പറയുന്നുണ്ട്, നിങ്ങൾ എന്നേക്കാൾ അധികമായി പിതാവിനെയും മാതാവിനെയും സ്നേഹിച്ചാൽ എനിക്ക് യോഗ്യനല്ല. അപ്പോൾ എന്നോട് നിങ്ങൾക്ക് അറ്റാച്ച്മെൻറ്റ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മറ്റു പലതിൽ നിന്നും ഒരു ഡിറ്റാച്ച്മെൻറ്റ് സൂക്ഷിക്കേണ്ടതുണ്ട്. നിങ്ങൾ മറ്റു പലതിൽ നിന്നും നിങ്ങളെ വിരക്തിയോടുകൂടെ മാറ്റി നിർത്തിക്കൊണ്ട് വേണം എന്നോട് നിങ്ങൾ ചേർന്നിരിക്കുവാൻ. അതായത് തൻ്റെ ഈ ഭൂമിയിലെ ജീവിതമാണ് എല്ലാം, എൻ്റെ ജീവിതം, എൻ്റെ പ്രശ്നങ്ങൾ, എൻ്റെ സംഗതികൾ, അതെല്ലാമാണ് പ്രധാനപ്പെട്ടത് എന്ന് കരുതിക്കൊണ്ട് ജീവിച്ചാൽ അവർ നിത്യജീവൻ അർഹനാവുന്നില്ല. ഈ ഭൂമിയിലെ ജീവിതത്തിലോട് അത്രയധികം അറ്റാച്ച്ഡായിട്ട് ജീവിക്കുക എന്ന് പറഞ്ഞാൽ അത് യേശുവിനെ അനുകരിക്കുവാൻ പറ്റിയൊരു ജീവിതമല്ല. നമ്മൾ നോക്കുക, യേശുവിന് സ്വന്തം ജീവിതത്തോട് അങ്ങനെ ഒരു അറ്റാച്ച്മെൻ്റ് ഉണ്ടായിരുന്നെങ്കിൽ, അങ്ങനെ ഒരു അമിതാവേശം ഉണ്ടായിരുന്നെങ്കിൽ, അമിതമായ സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു? അവിടുന്ന് സ്വയം മരണത്തിന് വിട്ടുകൊടുക്കുകയില്ല. എനിക്ക് ജീവിക്കണം എന്ന് അവിടത്തേക്ക് കരുതാമായിരുന്നു. അങ്ങനെയുള്ള ഒരു അറ്റാച്ച്മെൻറ്റിൽ നിന്ന് നിങ്ങൾ വിമുക്തരാവുക. അത് നിങ്ങളുടെ മാതാപിതാക്കന്മാരായാലും ഭാര്യയായാലും ഭർത്താവായാലും മക്കളായാലും സഹോദരങ്ങളായാലും അങ്ങനെ ആയിരിക്കണം. അങ്ങനെ അതിലേക്കങ്ങനെ ഒട്ടിച്ചേർന്ന് നിൽക്കുക സാധ്യമല്ല ഈശോയെ അനുകരിക്കുവാൻ വരികയാണെങ്കിൽ. അപ്പോൾ ഈശോ സ്വയം ഡിറ്റാച്ച് ചെയ്തത് കൊണ്ടാണ് നമുക്ക് അത് രക്ഷയുടെ കാരണമായിട്ട് ഭവിക്കുന്നത്. സുവിശേഷത്തിൻ്റെ അവസാനത്തിൽ നമ്മൾ വളരെ വ്യക്തമായിട്ട് മറ്റൊരു കാര്യം ഈശോ നമ്മൾ പറയുന്നത് ഇങ്ങനെയാണ്: ഞാൻ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെടുമ്പോൾ എല്ലാ മനുഷ്യരെയും എന്നിലേക്ക് ആകർഷിക്കും.
അവൻ ഇത് പറഞ്ഞത് ഏതു വിധത്തിലുള്ള മരണമാണ് വരിക്കാൻ പോകുന്നത് എന്നതിനെക്കുറിച്ചാണ്. ഈശോ പറയുന്നു, ഞാൻ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെടും. 3 കാര്യങ്ങളാണ് വിശുദ്ധ ഗ്രന്ഥ പണ്ഡിതന്മാർ പറയുക. ഒന്നാമത് ഈശോ കുരിശിൽ മരണത്തിനായി ഉയർത്തപ്പെടുമ്പോൾ, രണ്ടാമത്തേത് ഈശോ ഉത്ഥാനം ചെയ്ത് ഉയർത്തപ്പെടുമ്പോൾ, മൂന്നാമത്തേത് ഈശോ സ്വർഗാരോഹണത്തിലേക്കായി ഉയർത്തപ്പെടുമ്പോൾ. അപ്പോഴെല്ലാം എല്ലാവരെയും അവിടുന്ന് തന്നിലേക്ക് ആകർഷിക്കും. അപ്പോൾ ഈശോയുടെ അടുക്കിലേക്ക് എല്ലാവരും വരും. ഈശോയുടെ മഹത്വം എല്ലാവരും തിരിച്ചറിയും. സുവിശേഷം നമ്മൾ കാണുന്നുണ്ട്, പിതാവേ അങ്ങയുടെ നാമത്തെ ഞാൻ മഹത്വപ്പെടുത്തി, ഇനിയും മഹത്വപ്പെടുത്തണമേ എന്ന് പറയുമ്പോൾ പിതാവായ ദൈവം പറയുന്നു, ഞാനതിനെ മഹത്വപ്പെടുത്തിയിരിക്കുന്നു, ഇനിയും മഹത്വപ്പെടുത്തും. സുവിശേഷത്തിൽ ഈശോയുടെ ജീവിതത്തിൽ പിതാവായ ദൈവം പ്രത്യക്ഷമായി ഇടപെടുന്നതിൻ്റെ 3ാമത്തെ ഒരു ഉദാഹരണമാണിത്. ആദ്യത്തേത് മാമോദീസ സമയത്ത്, രണ്ടാമത്തേത് രൂപാന്തരീകരണ സമയത്ത്, മൂന്നാമത്തേത് ഈശോയുടെ ഈ പ്രാർത്ഥനാ സമയത്താണ്. അവരെല്ലാവരും കരുതിയത് സ്വർഗത്തിൽ നിന്ന് വലിയൊരു ഇടിമുഴക്കമുണ്ടായി എന്നാണ്. പിതാവിൻ്റെ ശബ്ദം കേട്ടപ്പോൾ, ഞാൻ നിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ എപ്രകാരമുള്ള ഒരു മരണം? ഉയർത്തപ്പെടുന്ന, കുരിശിൽ ഉയർത്തപ്പെടുന്ന മരണം. ആ മരണം യഥാർത്ഥത്തിൽ ഉത്ഥാനത്തിൻ്റെ ഉയർത്തപ്പെടലിലേക്കാണ് നയിക്കുക. ആ ഉത്ഥാനം പിന്നീട് നമ്മളെല്ലാവരും സ്വർഗത്തിലേക്ക് നമ്മളെ വഹിക്കുന്ന സ്വർഗാരോഹണത്തിൻ്റെ ആ ഒരു ഉയർത്തപ്പെടലിലേക്കാണ് നയിക്കുക. ഈ ഒരു വലിയ സന്ദേശമാണ് ഈ സുവിശേഷ ഭാഗം നമുക്ക് നൽകുക. ഈ തപസ് കാലത്തിൽ ഈശോയുടെ ഉത്ഥാനത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട്, ഉത്ഥാന മഹത്വത്തിലേക്ക് ലക്ഷ്യം വെച്ചുകൊണ്ട്, നമ്മുടെ കുരിശുകൾ എടുത്തുകൊണ്ട്, നമ്മുടെ സഹനങ്ങൾ സ്വീകരിച്ചുകൊണ്ട്, നമ്മുടെ ക്രൂശിൻ്റെ പാതയിലൂടെ മുന്നേറുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ഏവർക്കും അനുഗ്രഹപ്രദമായ നല്ല ഒരു ഞായറാഴ്ച ആശംസിക്കുന്നു. നന്ദി.